നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമായി നാം ആചരിക്കുന്നു. ക്യാൻസർ രോഗത്തെപ്പറ്റിയുള്ള അവബോധം ജനങ്ങളിൽ വളർത്തിയെടുക്കുവാനും ഈ രോഗം മുൻകൂട്ടി കണ്ടുപിടിക്കുവാനും പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാനും ചികിത്സാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കാനുമായി എല്ലാ വർഷവും ഫെബ്രുവരി 4 തീയതി ലോക അർബുദ ദിനമായി നാം ആചരിക്കുന്നു. നമുക്ക് ഒരു ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ആൻസിയെ ക്ഷണിക്കുന്നു. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ, കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. അടുത്തതായി സ്വാഗതം ആശംസിക്കുവാനായി ആഷ്മിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ക്യാൻസർ മുൻകൂട്ടി കണ്ടെത്തുന്നതിനും ചികിത്സാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമായി എല്ലാ വർഷവും ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നു. ആഗോളതലത്തിൽ ക്യാൻസറിനെ ചെറുക്കാനായി എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ഇന്നത്തെ ക്യാൻസർ ദിനാചരണ ചടങ്ങിലേക്ക് ആദ്യമായി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ലിൻസി മിസ്സിനെയും വൈസ് പ്രിൻസിപ്പൽ ലേഖ മിസ്സിനെയും മാനേജർ സിസ്റ്റർ ജയ റോസിനെയും മറ്റ് അധ്യാപകരെയും അനധ്യാപകരെയും എൻ്റെ പ്രിയ സഹപാഠികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ആഷ്മി. അടുത്തതായി ഫെലിസിറ്റേഷൻ പറയുവാനായി അനന്തികയെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ലിൻസി മിസ്, സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനത്തിന്റെ ഭാഗമായി നമ്മുടെ കോളേജിൽ നടത്തുന്ന ഈ പ്രോഗ്രാമിൽ ക്യാൻസറിനെ എങ്ങനെ ചെറുത്തു നിൽക്കാം എന്ന ആശയമാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രാഥമിക ലക്ഷ്യമെന്ന് പറയുന്നത് ക്യാൻസർ മൂലമുണ്ടാകുന്ന അസുഖങ്ങളും മരണസംഖ്യയും ഗണ്യമായി കുറയ്ക്കുക എന്നതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിലൂടെയും എക്സസൈസിലൂടെയും ക്യാൻസറിനെ തടയുന്നതിനുള്ള പരിഹാര മാർഗങ്ങളാണിത്. ഇതിൽ നിന്നും ക്യാൻസറിനെ ചെറുത്തു നിൽക്കാൻ കഴിയും. ക്യാൻസറിനോടുള്ള ചെറുത്തുനിൽപ്പിനായി നമുക്ക് കൈകോർക്കാം. അടുത്തതായി മെസ്സേജ് നൽകുന്നതിനായി ക്യാൻസർ സർവൈവർ എന്ന നിലയിലും ക്യാൻസർ പേഷ്യൻസിന് ഒരുപാട് സഹായവും ധൈര്യവും നൽകുന്ന ഒരു വ്യക്തിയാണ് സിജിത്ത് കൂട്ടുമടത്തിൽ സാർ. സാറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് സിജിത്ത്. ഞാൻ നാട്ടിൽ തൃശ്ശൂരാണ്. തൃശ്ശൂർ കുന്നംകുളത്താണ് എൻ്റെ വീട്. അപ്പോൾ ഇന്നെല്ലാവർക്കും അറിയാം, ഇന്ന് വേൾഡ് ക്യാൻസർ ഡേ ആണ്. ഞാനൊരു ക്യാൻസർ സർവൈവറാണ്. എനിക്ക് 4ാമത്തെ സ്റ്റേജ് ക്യാൻസറായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു ചികിത്സാ സമയം, അതായത് എനിക്ക് 2 വർഷക്കാലത്തെ ചികിത്സയാണ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ കാലുകളൊക്കെ തളർന്ന ഒരവസ്ഥ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഞാൻ ആ ഒരു 2 വർഷം ശരിക്കും ഞാൻ ഫേസ്ബുക്കിൽ ആക്റ്റീവായിരുന്നു ആ ഒരു സമയം. കാരണം നമ്മളൊരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അതൊന്ന് മറ്റൊരാൾക്ക് എന്തെങ്കിലും തരത്തിൽ പ്രചോദനം ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ എൻ്റെ ചികിത്സാ സമയത്തെ എല്ലാ സംഭവങ്ങളും ഞാനത് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. എൻ്റെ ഫോട്ടോസ്, കീമോ ചെയ്യുന്ന സമയത്ത് മുടി പോയതും അതുപോലെ തന്നെ മുടി തിരിച്ചു വരുന്ന ആ സംഭവത്തെ ഫോട്ടോസും, പിന്നെ റേഡിയേഷൻ ചെയ്യുന്ന സമയവും. എനിക്ക് 8 കീമോയാണ് ചെയ്തിട്ടുള്ളത്. ഹൈ ഡോസ് കീമോയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ 18 റേഡിയേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ നെഞ്ചിലും അതുപോലെ തന്നെ പുറകിലെ നട്ടലിലും ഒക്കെ ആയിട്ടാണ് എനിക്ക് റേഡിയേഷൻ എന്നൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയം നമ്മൾ അതിൻ്റെയൊക്കെ എല്ലാ സംഭവങ്ങളും, കാരണം ഇന്ന് ഈ ഒരു അസുഖം വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് കുറേ തെറ്റിദ്ധാരണകളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം നമ്മളിതുപോലെ ചെയ്യുമ്പോൾ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. കാരണം എന്താണെങ്കിൽ അന്നത് ഇന്നിപ്പോൾ എൻ്റെ ഒരു ടീച്ചറാണ് കോൺടാക്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ സെൻറ്റ് ജോസഫ് TTI വുമൻസ് കോളേജിലെ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം എന്നെ തിരഞ്ഞെടുത്തതിൽ തന്നെ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ടീച്ചർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. മോണിക്ക ജാസ്മിൻ എന്നാണ് ടീച്ചറുടെ പേര്. സെൻറ്റ് ജോസഫ് TTI വുമൻസ് കോളേജ് എറണാകുളം. അപ്പോൾ എനിക്ക് നിങ്ങൾക്കൊക്കെ തരാനുള്ളൊരു സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ ഈ ക്യാൻസർ ദിനം എന്ന് പറയുമ്പോൾ അന്ന് ആ ഒരു ദിവസം ഒരുപാട് സംഭവങ്ങൾ, എല്ലാവരും പുകയില ഉള്ള സംഭവങ്ങളിലേക്കൊക്കെയാണ് കിടക്കുക. അതേപോലെ തന്നെ മദ്യപാനം ഉള്ള സംഭവങ്ങളൊന്നും ഒന്നും ചെയ്യരുത് സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതിലൊക്കെ അപ്പുറത്തേക്ക് കുറേ സംഭവങ്ങളുണ്ട്. അതായത് നമ്മുടെ പ്രകൃതി നമുക്ക് ഒരുപാട് നല്ല സാധനങ്ങളാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ ഓരോ സംഭവങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ മത്സ്യം അന്നത്തെ മാർക്കറ്റ് വില എങ്ങനെയാണ് എന്താണെന്നൊക്കെ നോക്കിയിട്ട് പിന്നെ അതിലേക്ക് ഓരോ രാസവസ്തുക്കളും സംഭവങ്ങളൊക്കെ നാശാവാതിരിക്കാനായിട്ട് ആഡ് ചെയ്തിട്ട് അത് വിപണിയിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കഴിക്കുന്ന നമുക്ക് വരുന്നത് അസുഖങ്ങളാണ്. നമ്മളിപ്പോൾ എന്താ പറയുക, ഫ്രൂട്ട്സ് കഴിക്കുന്നത് എന്തിനാണ്? നമുക്ക് നമ്മുടെ ശരീരത്തിന്, ആരോഗ്യത്തിന് നല്ലതാണ്. ഫ്രൂട്ട്സ് കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് ദോഷമാണ് ചെയ്യുന്നത്, അല്ലേ? ഈ വിഷം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, ഈ ഓരോ രാസവസ്തുക്കൾ ഇതൊക്കെ കേടുവരാതിരിക്കാനായിട്ട് കുത്തിവെക്കുന്നതും, അത് കുത്തിവെക്കുന്നത് എന്തിനാണ്? കുറച്ച് ദിവസം കൂടുതൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അത് ബിസിനസ്സാണ് അതിൽ മെയിനായിട്ടുള്ള സംഭവം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് ശരീരത്തിന് ദോഷമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതേപോലെ തന്നെ എന്താ പറയുക, നമുക്ക് ഉണ്ടാവുന്ന ചെറിയ ചെറിയ അസുഖങ്ങൾ, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് ഇതിൻ്റെ മുന്നേ തന്നെ കാണിക്കും. അന്നേരം നമ്മൾ അതൊക്കെ നിസ്സാരമായിട്ട് കണ്ട് നമ്മൾ മുന്നോട്ട് പോകും. അങ്ങനെയാണ് നമ്മൾ ഈ അസുഖത്തിൻ്റെ സ്റ്റേജ് നമുക്ക് കൂടുതലായിട്ട് എത്തിപ്പെടുന്നത്. ഇപ്പം എനിക്ക് 4th സ്റ്റേജിലേക്ക് എത്താൻ കാരണക്കാരൻ ഞാൻ തന്നെയാണ്. കാരണം എനിക്കുണ്ടായിരുന്നത് പുറം വേദനയായിരുന്നു. അപ്പോൾ ആ വേദന വരുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും പെനഡോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളാണ് എടുത്ത് കഴിക്കുക. അപ്പോൾ അത് കഴിക്കുന്ന സമയത്ത് എനിക്ക് വേദന ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പിന്നെയും ഈ പറഞ്ഞ പോലെ വേദന വരുന്ന സമയത്തൊക്കെ നമ്മൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഡോക്ടറുടെ അടുത്തേക്ക് പോവാതെ മുന്നോട്ട് പോകുമായിരുന്നു. അങ്ങനെ പണി കിട്ടിയെന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. നമ്മൾ ശ്രദ്ധിക്കാതെ, നമുക്കുണ്ടാകുന്ന ചെറിയ അസുഖങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ ഡോക്ടറെ കാണാതെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കൊക്കെ അത് വലിയ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വല്ല അസുഖങ്ങളിലേക്ക് പോയി എത്തുമ്പോൾ അന്നേരമാവും നമ്മൾ അറിയുക, നമുക്കിത് മുന്നേ കാണിച്ചിരുന്നെങ്കിൽ ഈ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഈ ഒരു ദിവസത്തിൽ മാത്രം കാണാതെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുക ഓരോ കാര്യങ്ങളും. അതേപോലെ തന്നെ നമ്മൾ വീടുകളിൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണ സാധനങ്ങൾ, അതായത് പച്ചക്കറി ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുകയാണെന്ന് വെച്ചെങ്കിൽ അതൊക്കെ നോക്കുക. കാരണം എന്താണെങ്കിൽ നമ്മൾ പുറത്തുനിന്നും വരുന്ന ഓരോ ഭക്ഷണ സാധനങ്ങളിൽ എന്തൊക്കെയോ വിഷം സംഭവങ്ങളൊക്കെ അടിച്ചിട്ടാണ് ഇവിടെ എത്തുന്നത്. അതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് അസുഖങ്ങളാണ്. കാരണം നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, നമ്മൾ ഒരുപാട് പുറകിലോട്ടും ചിന്തിച്ചാൽ മതി. നമ്മളുടെയൊക്കെ ആ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഇവിടെ പഴയ കാലത്തൊന്നും ഈ ഒരു അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കം പേരിലുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇന്ന് ഈ ഒരു അസുഖം ഒരുപാട് പേരിലേക്ക് എത്തിയ ഒരു അവസ്ഥയാണ് ഇപ്പം ഇന്നുള്ളത്. ഇപ്പോൾ ക്യാൻസർ രോഗികൾ ഏറ്റവും കൂടുതൽ നമ്മളെ കേരളത്തിൽ തന്നെയാണ് എന്നാണ് ഒരു സർവേ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ എത്രയോ ശ്രദ്ധിക്കുന്നു, എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നു അത്രയും നമുക്ക് നല്ലതാണ്. അപ്പോൾ ഇതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളൊരു കാര്യം. എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഓക്കെ. ക്യാൻസർ ദിന സന്ദേശം നൽകി ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഫിജിത്ത് ഊട്ടുമടത്തിൽ സാറിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഒപ്പം ആയുരാരോഗ്യത്തോടെ ഇനിയും അനേകം ആളുകൾക്ക് ധൈര്യം പകർന്നു നൽകാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു.
So, my name is Peter, and this is a program organized by St.Joseph TTI students. And I'm honored to give a short description of what cancer is and how to prevent cancer. Now, so what is cancer? Cancer is a large group of, diseases characterized by uncontrolled growth and spread of abnormal cells. So the body develops abnormal cells and it starts growing uncontrollably, and it starts also spreading to adjacent tissues and all that. So that is actually what cancer is. Now, currently, the world is struggling to devise a very good treatment for cancers. Most cancers cannot be completely cured. We just undergo some management so that it can give the person a very comfortable life before the person ultimately dies. Now, so what that means is that the most important thing any individual can do as far as cancer is concerned is to prevent it. So deciding to prevent cancer is the ultimate goal of any individual who don't want to live with cancer. And in order to prevent cancer, it's important to know some of the risk that can give someone the predisposition to developing cancer. And there are different risks. We have environmental risk, lifestyle risk, genetic predisposition, and different forms of them. And fortunately for us, most cancers can be prevented with very good lifestyle. For example, smoking, lack of physical activity, poor diet, all these things are very great risk for developing cancer. Most cancers are as a result of smoking, right? And if an individual decides to stop smoking, the cancer can also be prevented. Again, most cancers can be prevented by engaging in proper physical activity. So if you find yourself engaging in that, that is going to help you. Some cancers can be prevented by avoiding taking alcohol, abusing alcohol and constant use of alcohol can put an individual at risk of series of cancers. So in order to prevent it, it's important to stop the consumption of excessive alcohol that will put that individual at risk. So that's a major way of preventing, or avoid constant exposure to radiation or sun rays. That also help in preventing some cancers and all that. Yeah, so these preventions are good. The other form of prevention that is very relevant, especially when it comes to cancers, some cancers like ovarian cancer, cervical cancer, breast cancer, prostate cancer, and all those things, is to undergo screening. So there are various forms of screening that helps an individual to prevent some cancers. For example, if you get to screen yourself and you realize that you have started developing some smaller abnormal cells and all that, you can halt it. Or if you catch it early, that, I've caught this early, I was developing this ovarian cancer and I caught it early, it means that you can prevent it or you can completely manage it. For example, a cancer like ovarian cancer is very difficult to catch it early because it doesn't show symptoms very fast. But if you undergo screening and through the screening, the doctor or the person who's screening detects you're having these abnormal cells, then it's possible for them to manage it very carefully. Like prostate cancer, cervical cancer, all these things, difficult to see them because it presents in the early stage as asymptomatic. But the moment you screen and you catch it, then it becomes very important. Yeah, so the summary of it all is that cancer is very common, rampant, and deadly. There are preventive lifestyles that can halt it or that can help an individual avoid it, like avoiding smoking, avoiding taking excessive alcohol, engaging in physical activity, eating proper diet, avoiding exposure to sun rays and radiation, and avoiding inhalation of pollutants, and all those things will help you. And screening is also a very effective tool in preventing it. Thank you very much, and bye-bye.
ഇന്ന് 2022 ഫെബ്രുവരി 4. നാം ഇന്ന് വേൾഡ് ക്യാൻസർ ഡേ ആയി ആചരിക്കുന്നു. ഈ വർഷത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നതാണ്. അതായത് ക്യാൻസറുമായി പൊരുതി നിൽക്കുന്ന ആളുകളെയും ക്യാൻസറുമായി പൊരുതി അതിനെ ജയിച്ച ആളുകളെയും നാം ചേർത്ത് നിർത്തി അവർക്ക് വേണ്ട ധൈര്യവും സഹായവും നൽകുക എന്നതാണ്.
അടുത്തതായി ക്യാൻസർ രോഗത്തെപ്പറ്റി ഒരു മെസ്സേജ് നൽകുന്നതിനായി അപ്സരയെ ക്ഷണിക്കുന്നു. ഇന്ന് ലോക ക്യാൻസർ ദിനം. ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ വളർത്തി രോഗം മുൻകൂട്ടി കണ്ടുപിടിക്കാനും പ്രതിരോധ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ചികിത്സാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമാണ് എല്ലാ വർഷവും ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നത്. നമ്മുടെ ജീവിത രീതികൾ രോഗത്തെ ക്ഷണിച്ചു വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. വ്യായാമമില്ലായ്മയും ഭക്ഷണ രീതിയും ക്യാൻസറിന് നമ്മുടെ പടിവാതിക്കൽ എത്തിക്കുന്നു. രാജ്യത്തെ ക്യാൻസർ സാധ്യത കൂടുതലുള്ള സംസ്ഥാനങ്ങളിലൊന്നും തന്നെയാണ് കേരളവും. അതിനാൽ തന്നെ ശരിയായ ആഹാരക്രമത്തിലൂടെയും വ്യായാമത്തിലൂടെയും നമുക്ക് ക്യാൻസറിനെ അകറ്റുവാൻ സാധിക്കുന്നു. നമ്മുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും മേൽ വീഴുന്ന ക്യാൻസർ രോഗത്തെ ഒരുമിച്ച് ചേർക്കാം, സൃഷ്ടിക്കാം ക്യാൻസർ മുക്ത ലോകത്തെ. ക്യാൻസർ രോഗ ചികിത്സയ്ക്ക് തുണയായി രോഗികളോടുള്ള അനുകമ്പയുടെയും അനുഭവത്തിൻ്റെയും പ്രതീകമായി ഓരോ വ്യക്തിയും കൂടെയുണ്ട്, കൂടെ പ്രവർത്തിക്കും എന്നതാണ് ദിനാചരണത്തിൻ്റെ സന്ദേശം. താങ്ക് യു അപ്സര. അടുത്തതായി സ്പീച്ച് പറയുന്നതിനായി അർച്ചനയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ലിൻസി മിസ്, വൈസ് പ്രിൻസിപ്പൽ ലേഖ മിസ്, മാനേജർ സിസ്റ്റർ ജയ റോസ്, പ്രിയ അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നു. അസാധാരണമായ കോശ വളർച്ച ശരീരത്തിലെ മറ്റു കലകളെയും ബാധിക്കുന്ന അവസ്ഥയാണിത്. അർബുദം അഥവാ ക്യാൻസർ കോശങ്ങളുടെ സൃഷ്ടിയിലും വളർച്ചയിലും വികാസവും കോശങ്ങളുടെ അമിതവും നിയന്ത്രണാതീതവുമായ വിഭജനമാണ് അർബുദം. ഗ്രീക്ക് ഭാഷയിൽ ഞണ്ട് എന്ന അർത്ഥം വരുന്ന കാർസിനോസ് എന്ന പദത്തിൽ നിന്നുമാണ് ക്യാൻസർ എന്ന പദം ഉത്ഭവിച്ചത്. കാർന്നുതരുന്ന വ്രണങ്ങളെ സൂചിപ്പിക്കാനാണ് 17-ാം നൂറ്റാണ്ടിൽ ഇത് ഉപയോഗിച്ചത്. ശരീരത്തിലെ ഏത് അവയവത്തെയും ക്യാൻസർ ബാധിക്കാം. എങ്കിലും അതിവേഗം വിഭജിക്കുന്ന കോശങ്ങളിൽ പൊതുവെ ക്യാൻസർ കൂടുതലായി കണ്ടുവരുന്നു. ഹൃദയപേശികളിലും തലച്ചോറിലെ ഞരമ്പുകളും വിഭജിക്കാറില്ല. അതിനാൽ ഇവയിൽ ക്യാൻസർ സാധ്യത താരതമ്യേന കുറവായി കണ്ടുവരുന്നു. പലപ്പോഴും ക്യാൻസറിനെ കണ്ടെത്താൻ വൈകുന്നു എന്നതാണ് അതിന് ഗുരുതരമാക്കുന്നത്. മറ്റു രോഗങ്ങളെ പോലെ തന്നെയുള്ള സാധാരണ ലക്ഷണങ്ങൾ തന്നെയായിരിക്കും ക്യാൻസറിൻ്റെയും. അതുകൊണ്ട് തന്നെ ഇത് കണ്ടെത്താൻ വളരെയേറെ പ്രയാസമാണ്. പലപ്പോഴും പല ലക്ഷണങ്ങളും കണ്ടു തുടങ്ങും. എന്നാൽ അതൊന്നും മൈൻഡാക്കാതെ നമ്മൾ പോകും. ക്യാൻസർ വന്നു കഴിഞ്ഞ് ചികിത്സിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് അത് വരാതെ നോക്കുന്നതാണ്. അത് വരാതെ നോക്കാൻ നമുക്ക് കഴിവതും ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള ഫുഡുകൾ ഒഴിവാക്കാം. പുകവലി, മദ്യപാനം തുടങ്ങിയ പല കാര്യങ്ങളിൽ നിന്നും പിന്നോട്ട് മാറാം. പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക് കത്തിക്കുന്ന അങ്ങനത്തെ പല രീതികളും നമുക്ക് മാറ്റാം. അതിലൂടെ നമുക്ക് ക്യാൻസർ എന്ന രോഗം വരുന്നത് ഒരു പരിധിവരെ തടയാൻ പറ്റും. പിന്നെ നമ്മുടെ ജനറ്റിക്കായിട്ട് ജന്മനാ നമ്മൾക്ക് കിട്ടുന്നത് നമ്മുടെ പൂർവികരിൽ നിന്ന് ഉള്ള ഒരു അംശം നമ്മളിലുണ്ടെങ്കിൽ നമുക്കത് ചികിത്സിച്ച് മാറ്റാൻ കഴിയുള്ളൂ. നേരത്തെ അറിയുന്ന സാഹചര്യങ്ങളിൽ നമ്മളത് ചികിത്സിച്ച് മാറ്റാൻ ശ്രമിക്കുക. നല്ലൊരു നാളേക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഇത് നേരിടുന്നവർക്ക് ഒരു കൈത്താങ്ങായി നമുക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുകയും ചെയ്യാം. നന്ദി. താങ്ക് യു അർച്ചന. അടുത്തതായി വോട്ട് ഓഫ് താങ്ക്സ് പറയാനായി അനുജയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നന്ദി രേഖപ്പെടുത്തലാണ്. ക്ലോസ് ദ കെയർ ഗ്യാപ്പ് വോക്കത്തോൺ 2022 ഉദ്ഘാടനം ചെയ്യുകയും ഇന്നേ ദിനം സന്ദേശം നൽകി നമ്മെ പ്രചോദിപ്പിക്കുകയും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മെ നയിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ലിൻസി മിസ്സിന് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. കൂടാതെ വൈസ് പ്രിൻസിപ്പൽ ലേഖ മിസ്, മാനേജർ സിസ്റ്റർ ജയ റോസ്, നമ്മെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്ന ജാസ്മിൻ മിസ്, മറ്റ് എല്ലാ അധ്യാപകരോടും ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ക്യാൻസർ ദിന സന്ദേശം നൽകി ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്ന ഗസ്റ്റ് സിജിത്ത് ഊട്ടുമടത്തിൽ സാറിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഒപ്പം ആയുരാരോഗ്യത്തോടെ ഇനിയും അനേകം ആളുകൾക്ക് ധൈര്യം പകരാൻ ഈശ്വരൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൂടാതെ നമ്മെ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുകയും അക്ഷീണം പ്രയത്നിക്കുകയും ചെയ്യുന്ന നമ്മുടെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിനും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. കൂടാതെ ഈ ദിനത്തിലെ മത്സരത്തിൽ പങ്കെടുത്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പേരിലും ഗ്രൂപ്പ് അംഗങ്ങളുടെ പേരിലും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു.